ഹലോ ഡിയേഴ്സ്, അങ്ങനെ നമ്മൾ SSLC റിസൾട്ടൊക്കെ ഇതാ വരാനിരിക്കുന്നുണ്ട്. +1 കൊമേഴ്സ് എടുക്കുന്നവർക്ക് സൈലം കൊമേഴ്സിന്റെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം SSLCയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള സബ്ജക്റ്റുകളെ അല്ല നമ്മൾ +1 കൊമേഴ്സിൽ നമ്മൾ പഠിക്കുന്നത്. അക്കൗണ്ടൻസി ആയിക്കോട്ടെ, ബിസിനസ് സ്റ്റഡീസ് ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, എല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. സോ ഈ സബ്ജക്റ്റുകൾ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രിഡ്ജ് കോഴ്സ് ഓൾറെഡി നമ്മൾ യൂട്യൂബ് ചാനലിലും അതേപോലെ തന്നെ ആപ്പിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുന്നത് +1 കൊമേഴ്സിലേക്കുള്ള ഒരു പാലം തന്നെയാണ്. എന്താണ് കൊമേഴ്സിൽ പഠിക്കാനുള്ളത്, എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചെടുക്കേണ്ടത്, എന്തൊക്കെയാണ് ആ സബ്ജക്റ്റുകളിൽ നമ്മൾ കവർ ചെയ്യേണ്ട ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്, സോ അവിടെ മാത്സ് ഉണ്ടോ എന്നുള്ള സംശയങ്ങൾക്കൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുന്നത്. പലരും തന്നെ ചോദിക്കാറുണ്ട്, സർ യൂട്യൂബിൽ മാത്രം ബ്രിഡ്ജ് കോഴ്സ് കണ്ടാൽ പോരെ, എന്തിനാണ് ഞങ്ങൾ ആപ്പ് പർച്ചേസ് ചെയ്തിട്ട് ബ്രിഡ്ജ് കോഴ്സ് കാണുന്നത് എന്ന് പലരും തന്നെ മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട്. അവർക്കായിട്ടുള്ള ഒരു മറുപടിയാണ്, മക്കളെ നിങ്ങൾ ബ്രിഡ്ജ് കോഴ്സ് യൂട്യൂബിൽ കാണുന്ന സമയത്ത് അവിടെ നിങ്ങൾക്കൊരു സ്പെസിഫിക് ആയിട്ടൊരു ടോപ്പിക്കിൽ സംശയം വരികയാണ്. ഇപ്പം ഒരു സ്ലൈഡിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സംശയം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റില്ല, യൂട്യൂബിൽ ഒരു കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അതൊരു സംശയമായിട്ട് ചോദിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ ആപ്പ് ത്രൂ നിങ്ങൾ ബ്രിഡ്ജ് കോഴ്സ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കിൽ സ്ലൈഡിൽ നിങ്ങൾക്ക് ഒരു സംശയം വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സ്ലൈഡിലെ താഴെ ഒരു കമന്റ് രേഖപ്പെടുത്തിക്കൊണ്ട് കൺസേൺ ഫാക്കൽറ്റീസിലേക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ ആ ഫാക്കൽറ്റി തന്നെ നിങ്ങൾക്ക് അതിനുള്ള മറുപടിയും അല്ലെങ്കിൽ കാൽക്കുലേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈയും തരുന്നതാണ്. +1 കൊമേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കോർ പേപ്പറുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അക്കൗണ്ടൻസി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, തിയറി ബേസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എക്കണോമിക്സിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, തിയറി ബേസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ബിസിനസ് സ്റ്റഡീസ് ആണെങ്കിൽ ഒരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള പേപ്പർ മാത്രമാണ്. സോ ഇതെല്ലാം നമ്മൾ ഒരുപാട് കോൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സോ ബ്രിഡ്ജ് കോഴ്സിലൂടെ ഓരോ സബ്ജക്റ്റിൻ്റെയും കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ബേസ് ഉറപ്പിക്കുക, ബേസ് സ്ട്രോങ് ആക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബേസ് സ്ട്രോങ് ആക്കിയാൽ മാത്രമേ പിന്നീട് അങ്ങോട്ട് നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സിലേക്ക് വരുന്ന സമയത്തും ആ ചാപ്റ്റേഴ്സിലുള്ള കോൺസെപ്റ്റുകൾ നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ബ്രിഡ്ജ് കോഴ്സിലൂടെ ആപ്പ് ത്രൂ ആണെന്നുണ്ടെങ്കിൽ, ആപ്പ് ത്രൂ നിങ്ങൾ ബ്രിഡ്ജ് കോഴ്സ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് സ്ട്രോങ് ആക്കാൻ വേണ്ടി സാധിക്കും. കൊമേഴ്സിൽ ഒരു ബെറ്റർ ഫ്യൂച്ചർ മുന്നിൽ കണ്ട് കൊമേഴ്സ് എടുക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയേണ്ടതുണ്ട്. സോ അതിനായി താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നമ്മുടെ ബാച്ചിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ഉറപ്പായിട്ടും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചുകൊണ്ട് തന്നെ കൊമേഴ്സ് ജേണി നമുക്ക് ആരംഭിക്കാം. ഇറ്റ്സ് മീ VK ഫ്രം സൈലണിങ്. ബൈ ബൈ.